നമസ്കാരം, വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള വിപണികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ, പ്രത്യേകിച്ച് SIP ചെയ്യുന്നവർ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ട്. ഞാൻ നിക്ഷേപിക്കുന്ന ഫണ്ട് സുരക്ഷിതമാണോ എന്ന് എനിക്കെങ്ങനെ സ്വയം പരിശോധിക്കാം? വിപണി ഇടിയുമ്പോഴോ അല്ലെങ്കിൽ യുദ്ധം പോലുള്ള ആഗോള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ നമ്മുടെ പണം എത്രത്തോളം റിസ്കിലാണെന്ന് മനസ്സിലാക്കാൻ ചില കണക്കുകൾ നമ്മളെ സഹായിക്കും. ഇതിനെയാണ് നമ്മൾ റിസ്ക് ഇൻഡിക്കേറ്ററുകൾ എന്ന് വിളിക്കുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിലവിലെ നിങ്ങളുടെ നിക്ഷേപം പരിശോധിക്കുമ്പോഴോ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുൻപ്, സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ വളർച്ചയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇത്തരം താൽക്കാലിക തടസ്സങ്ങൾ കണ്ട് പരിഭ്രാന്തരാകേണ്ടതില്ല. വിപണി താഴുന്ന സമയത്ത് അധികമായി തുക നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ ലാഭം നൽകും. അനാവശ്യ ഭീതി ഒഴിവാക്കി കൃത്യമായ പ്ലാനിങ്ങോടെ നിക്ഷേപം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ നിക്ഷേപം എങ്ങനെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് CFA ശ്വേത ശാസ്ത്രി പങ്കുവയ്ക്കുന്ന ചില പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ കൃത്യമാണോ എന്നാണ്. അതായത്, വിപണിയിൽ ചെറിയൊരു ഇടിവുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അമിതമായി ഓഹരി നിക്ഷേപം ഉൾപ്പെടുത്തരുത്. പകരം നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവനുസരിച്ചുള്ള നിക്ഷേപ രീതി മാത്രം തിരഞ്ഞെടുക്കുക. രണ്ടാമതായി, പോർട്ട്ഫോളിയോയിൽ വൈവിധ്യം കൊണ്ടുവരിക എന്നതാണ്. ഓഹരി വിപണി താഴേക്ക് പോകുമ്പോൾ ആ നഷ്ടം നികത്താൻ സഹായിക്കുന്ന സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങൾ കൂടി നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കുക. ഇത് വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ പ്രതിരോധിക്കാൻ ഒരു കവചമായി പ്രവർത്തിക്കും. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, വിപണിയിലെ താൽക്കാലിക ഇടിവ് കണ്ട് ഭയപ്പെട്ട് നിങ്ങളുടെ SIP നിക്ഷേപങ്ങൾ ഒരിക്കലും നിർത്തരുത് എന്നതാണ്. മാർക്കറ്റിലെ വോളറ്റിലിറ്റി താൽക്കാലികം മാത്രമാണ്. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സമ്പത്ത് വളർത്താൻ സഹായിക്കുന്നത് കോമ്പൗണ്ടിംഗ് എന്ന മാന്ത്രിക ശക്തിയാണ്. അത് കൃത്യമായി നടക്കണമെങ്കിൽ നിക്ഷേപം മുടങ്ങാതെ തുടരണം. അവസാനമായി, ഇത്തരം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് അഥവാ കരുതൽ ധനം മാറ്റിവെക്കുക. പെട്ടെന്ന് പണം ആവശ്യമായി വരുമ്പോൾ നിങ്ങളുടെ ദീർഘകാല നിക്ഷേപങ്ങളെ ബാധിക്കാതെ ഈ തുക ഉപയോഗിക്കാൻ സാധിക്കും. കൃത്യമായ പ്ലാനിങ്ങും ക്ഷമയും ഉണ്ടെങ്കിൽ വിപണിയിലെ ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാം. ഇനി റിസ്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഫണ്ട് ബീറ്റ നോക്കുക എന്നതാണ് അതിലാദ്യം. ഒരു മ്യൂച്വൽ ഫണ്ട് വിപണിയെ അപേക്ഷിച്ച് എത്രത്തോളം ചാഞ്ചാടുന്നു എന്ന് മനസ്സിലാക്കാൻ ബീറ്റ സഹായിക്കും. ബീറ്റ 1-ൽ കുറവാണെങ്കിൽ വിപണി 1% ഇടിയുമ്പോൾ ഈ ഫണ്ട് 1% താഴെ മാത്രമേ ഇടിയാൻ സാധ്യതയുള്ളൂ. ഇത് കൂടുതൽ സുരക്ഷിതമാണ്. ബീറ്റ 1-ൽ കൂടുതലാണെങ്കിൽ വിപണി ഇടിയുമ്പോൾ ഈ ഫണ്ട് അതിവേഗം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. സെക്ടർ എക്സ്പോഷർ എത്രത്തോളം ഉണ്ട് എന്നതാണ് അടുത്ത ഘടകം. നിങ്ങളുടെ ഫണ്ട് ഏതെല്ലാം മേഖലകളിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുക. വിദേശ രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുള്ള IT, എണ്ണ കമ്പനികൾ എന്നിവയെ ഇത്തരം സംഘർഷങ്ങൾ പെട്ടെന്ന് ബാധിച്ചേക്കാം. മറിച്ച് ബാങ്കിംഗ്, ഫാർമ, കൺസ്യൂമർ ഗുഡ്സ് തുടങ്ങിയ മേഖലകൾ ഇത്തരം സമയങ്ങളിൽ കൂടുതൽ പ്രതിരോധ ശേഷി കാണിക്കാറുണ്ട്. ഏത് സെക്ടറിലാണ് നിങ്ങളുടെ ഫണ്ട് കൂടുതൽ വെയിറ്റേജ് നൽകിയിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എത്ര ദൂരത്താണ് എന്നതിനും റിസ്കിനും ബന്ധമുണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ പണം ആവശ്യമുണ്ടെങ്കിൽ നിലവിലെ വിപണിയിലെ വോളറ്റിലിറ്റി നിങ്ങൾക്ക് റിസ്ക് ആണ്. എന്നാൽ 5 മുതൽ 10 വർഷത്തേക്കാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ ഇത്തരം താൽക്കാലിക തകർച്ചകൾ നിങ്ങളെ ബാധിക്കില്ല. ചരിത്രപരമായി നോക്കിയാൽ വിപണി ഇത്തരം പ്രതിസന്ധികളെ മറികടന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളോ യുദ്ധസമാനമായ സാഹചര്യങ്ങളോ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ഫണ്ട് മാനേജർ എങ്ങനെയാണ് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്തതെന്നും കൂടി നോക്കുക. വിപണി ഇടിയുമ്പോൾ നഷ്ടം കുറയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഫണ്ടിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് അളക്കാൻ ഉപയോഗിക്കുന്ന 2 പ്രധാന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടി മനസ്സിലാക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ എന്നിവയാണവ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ലാഭം എത്രത്തോളം മുകളിലേക്കും താഴേക്കും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അളവാണ്. ഇതിനെ വോളറ്റിലിറ്റി ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കാം. ഉയർന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഫണ്ടിന്റെ ലാഭത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇതിനർത്ഥം. അതായത്, ഒരു മാസം വലിയ ലാഭം തന്ന ഫണ്ട് അടുത്ത മാസം വലിയ നഷ്ടം തന്നേക്കാം. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് അനുയോജ്യമാണ്. കുറഞ്ഞ ST ഫണ്ടിന്റെ ലാഭം ഏകദേശം ഒരേ നിലവാരത്തിൽ തുടരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നിക്ഷേപം കൂടുതൽ സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന്, 2 ഫണ്ടുകൾ 12% ലാഭം നൽകുന്നുവെന്ന് കരുതുക. ഒന്നാമത്തെ ഫണ്ടിന്റെ ST 5-ഉം രണ്ടാമത്തേതിന്റെ 15-ഉം ആണെങ്കിൽ ഒന്നാമത്തെ ഫണ്ടാണ് കൂടുതൽ സ്റ്റേബിൾ അഥവാ സുരക്ഷിതം. ഷാർപ്പ് റേഷ്യോ ആണ് അടുത്തത്.
നിങ്ങൾ എടുക്കുന്ന ഓരോ യൂണിറ്റ് റിസ്കിനും പകരമായി ആ ഫണ്ട് എത്രത്തോളം അധിക ലാഭം നൽകുന്നു എന്നതാണ് ഷാർപ്പ് റേഷ്യോ കാണിക്കുന്നത്. ഇതിനെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. ഉയർന്ന ഷാർപ്പ് റേഷ്യോ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. കുറഞ്ഞ റിസ്കിൽ കൂടുതൽ ലാഭം നൽകാൻ ആ ഫണ്ടിന് കഴിയുന്നു എന്നാണ് അതിനർത്ഥം. വിദഗ്ധനായ ഒരു ഫണ്ട് മാനേജർ തന്റെ കഴിവ് തെളിയിക്കുന്നത് ഉയർന്ന ഷാർപ്പ് റേഷ്യോ നിലനിർത്തിക്കൊണ്ടാണ്. കുറഞ്ഞ ഷാർപ്പ് റേഷ്യോ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള ലാഭം ആ ഫണ്ട് നൽകുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഒരേ കാറ്റഗറിയിലുള്ള രണ്ട് ഫണ്ടുകളെ താരതമ്യം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് രണ്ട് ലാർജ് ക്യാപ് ഫണ്ടുകളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏത് ഫണ്ടിനാണോ ഉയർന്ന ഷാർപ്പ് റേഷ്യോ ഉള്ളത് ആ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. എങ്ങനെ ഇവ ഉപയോഗിക്കാം? ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വിപണി പെട്ടെന്ന് ഇടിയാം. ഈ സമയത്ത് നിങ്ങളുടെ ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കൂടുതലാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ വലിയ മൂല്യത്തകർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഷാർപ്പ് റേഷ്യോ കൂടുതലുള്ള ഫണ്ടുകൾ ഇത്തരം പ്രതിസന്ധികളെ കുറച്ചുകൂടി കാര്യക്ഷമമായി നേരിടാൻ പ്രാപ്തിയുള്ളവരാക്കും. മിക്ക മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റുകളും ഫണ്ടിന്റെ പേരിനൊപ്പം ഈ രണ്ട് കണക്കുകളും നൽകിയിട്ടുണ്ടാകും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ, പ്രത്യേകിച്ച് SIP ചെയ്യുന്നവർ ഒരു ഫണ്ട് എത്രത്തോളം റിസ്ക് ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റ് ചില ഇൻഡിക്കേറ്ററുകൾ കൂടിയുണ്ട്. ഇവ പരിശോധിക്കുന്നത് വഴി വിപണിയിൽ തകർച്ചകൾ നിങ്ങളുടെ ഫണ്ട് എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, ബീറ്റ എന്നിവയ്ക്ക് പുറമെ സോർട്ടിനോ റേഷ്യോ, ആൽഫ എന്നിവ കൂടിയാണ് പരിശോധിക്കേണ്ടത്. സോർട്ടിനോ റേഷ്യോ ഷാർപ്പ് റേഷ്യോയ്ക്ക് സമാനമാണ്. എന്നാൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഷാർപ്പ് റേഷ്യോ എല്ലാത്തരം ചാഞ്ചാട്ടങ്ങളെയും, അതായത് ഉയർച്ച താഴ്ചയും റിസ്ക് ആയി കാണുമ്പോൾ സോർട്ടിനോ റേഷ്യോ താഴോട്ടുള്ള ഇടിവിനെ മാത്രമേ റിസ്ക് ആയി കണക്കാക്കുന്നുള്ളൂ. ഉയർന്ന സോർട്ടിനോ റേഷ്യോ ഉള്ള ഫണ്ടുകൾ വിപണി താഴേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തെ കൂടുതൽ സംരക്ഷിക്കും. ആൽഫയാണ് അടുത്തത്. വിപണി നൽകുന്ന ലാഭത്തെക്കാൾ എത്രത്തോളം അധിക ലാഭം ആ ഫണ്ട് നൽകുന്നു എന്നതാണ് ആൽഫ. ഇൻഡെക്സ് 10% ലാഭം നൽകിയപ്പോൾ നിങ്ങളുടെ ഫണ്ട് 12% നൽകിയെങ്കിൽ ആ ഫണ്ടിന്റെ ആൽഫ 2 ആണ്. ഉയർന്ന പോസിറ്റീവ് ആൽഫ ഉള്ള ഫണ്ടുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടുമ്പോൾ SIP നിർത്തുന്നത് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിന്റെ ഗുണം നഷ്ടപ്പെടുത്തും. വിപണി ഇടിയുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുമെന്നത് മറക്കരുത്. പോർട്ട്ഫോളിയോ ഓവർലാപ്പ് പരിശോധിക്കുക. ഒരേ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഒന്നിലധികം ഫണ്ടുകൾ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് നോക്കുക. ഇത് റിസ്ക് കൂട്ടും. കാറ്റഗറി ശരിയാണോ എന്ന് നോക്കുക. നിങ്ങളുടെ ലക്ഷ്യം 5 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ മാത്രം സ്മോൾ ക്യാപ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. കുറഞ്ഞ കാലയളവിലേക്ക് ലാർജ് ക്യാപ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളാണ് കൂടുതൽ സുരക്ഷിതം. ഒരു തരത്തിൽ നോക്കിയാൽ വെല്ലുവിളികൾ എപ്പോഴും ഒരുപോലെയാണെന്ന് കാണാം. അത് നേരിടുന്ന രീതിയിലും കാലയളവിലുമുള്ള ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് വ്യത്യാസമുണ്ടാകുന്നത്. അതിനാൽ ക്ഷമയോടെ, കരുതലോടെ ഇരിക്കുക. ഈ പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.